അശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടത്തുന്നതായി കണ്ടെത്തിയ തളിപ്പറമ്പിലെ സ്ഥാപനത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 30,000 രൂപ പിഴയിട്ടു. മലിനജലം തുറസായ സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയും ഭക്ഷണ മാലിന്യങ്ങളും മറ്റും ശാസ്ത്രീയമായി സംസ്കരിക്കാതെ ജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നുമാണ് നടപടി. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം നടത്തിയ സ്ഥാപനത്തിന് പിഴയിട്ടത്. തളിപ്പറമ്പ് ടൗണിൽ പ്രവർത്തിച്ചുവരുന്ന ലോലിനോ കഫേയ്ക്ക് 30,000 രൂപയാണ് പിഴ ചുമത്തിയത്. സ്ഥാപനത്തിന്റെ മലിനജല ടാങ്കിൽ നിന്നും പുറത്തുവരുന്ന മലിനജലം കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. മലിനജലം പുറത്തുവരുന്നതനുസരിച്ച് പൊതു റോഡിലൂടെ ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. സമീപത്തെ സ്ഥാപനങ്ങൾക്കും മലിനജലത്തിന്റെ ദുർഗന്ധം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ സ്ഥാപനത്തിന്റെ ഉള്ളിലെ ബിന്നുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തി. സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ സ്ഥാപനത്തിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പൂക്കോത്ത് തെരുവിൽ ക്വാർട്ടേഴ്സിന്റെ ടെറസിൽ 5 ഡ്രമ്മുകളിലായി നിരവധി ബാഗുകളിൽ കെട്ടിയ നിലയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കണ്ടെത്തി. ബാഗുകൾ തുറന്നു പരിശോധിച്ചപ്പോൾ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങളും തരംതിരിക്കാത്ത നിലയിലാണ് ഉണ്ടായിരുന്നത്. ഈ മാലിന്യങ്ങൾ മുഴുവനായി സ്വകാര്യ വ്യക്തിക്ക് പണം നൽകി കൈമാറുകയാണ് ചെയ്തത്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥാപനത്തിന് 30,000 രൂപ പിഴ ചുമത്തുകയും തുടർ നടപടികൾക്കായി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ പി അഷ്റഫ്, സ്ക്വാഡ് അംഗം അലൻ ബേബി, CK ദിബിൽ, തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KM രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.